ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് 8ാം ക്ലാസ്സിലത്തെ ചാപ്റ്റർ 2 ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. കമ്പനി ബോർഡ് LGSനൊക്കെ യൂസ്ഫുള്ളാണ് ഈ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. യൂണിറ്റ് 2, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. അച്ഛാ, ഈ സ്വേച്ഛാധിപത്യം നമ്മൾ എത്ര നാൾ സഹിക്കും? നീലം മുതലാളിമാർ നമ്മെ സ്വന്തം മണ്ണിൽ വെറും അടിമകളാക്കിയിരിക്കുന്നു. നമ്മുടെ അവകാശങ്ങൾക്കായി നാം ഉണർന്നു പോരാടേണ്ടിയിരിക്കുന്നു. അപ്പോൾ വേറൊരാൾ പറയാണ്, എൻ്റെ മകനെ, നമ്മുടെ കഷ്ടപ്പാടുകൾ വലുതാണ്, എന്നാൽ നമ്മുടെ ഐക്യം അതിനേക്കാൾ വലുതാണ്. കർഷകർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു രാഷ്ട്രം എന്ന നിലയിലും നാം ഒരുമിച്ച് നിൽക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. നമ്മൾ ദുർബലരല്ല. നമുക്ക് ചെറുത്തു നിൽക്കാനും നമ്മുടെ അന്തസ്സ് വീണ്ടെടുക്കാനും കഴിയും എന്ന് നാം ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ മറ്റൊരാൾ പറയണം, അതേ നോബിൻ, പറഞ്ഞത് ശരിയാണ്. വളരെ കാലമായി നിശബ്ദരാണ്. ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ നമ്മുടെ പൂർവികർ നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി, ഭാവി തലമുറകൾക്കായി നമുക്കൊന്നിച്ചു പോരാടാം. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ 1 by 1 ലൈനായിട്ട് നമുക്ക് അത്യാവശ്യമാണല്ലേ എക്സാമിനൊക്കെ. അതുപോലെ തന്നെയാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, ഇയർഫോണൊക്കെ വെച്ചിട്ട് കേൾക്കുക. ബസ്സിലിരിക്കുമ്പോഴൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ചോദ്യത്തിൽ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിലെല്ലാ പോയിൻറ്സും ഉണ്ട്. ഇത് പഠിച്ചാൽ തന്നെ നമ്മൾ LGSൻ്റെ റാങ്ക് ഫയലിൽ പകുതിയുള്ള ടോപ്പിക്ക് വരെ ഇതിൽ കവറാവും. അത്രയ്ക്കും സോഷ്യൽ ഹിസ്റ്ററീൻ്റെ കുറേ ഭാഗങ്ങൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തത്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകുന്നുവെന്ന തൻ്റെ നിരീക്ഷണം, ചോർച്ചാ സിദ്ധാന്തം ഒക്കെ അതിലാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. സമ്പത്ത് ചോർത്തുന്നു എന്നുള്ളത് അദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇതിലൂടെ സാധിച്ചു. അപ്പോൾ അതൊക്കെ ഈ കളിയിലൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുകളിൽ നൽകിയ സംഭാഷണം ശ്രദ്ധിച്ചാലോ. ബംഗാളി സാഹിത്യകാരനും സാമൂഹിക പരിഷ്കർത്താവുമായ ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. ബംഗാളി സാഹിത്യകാരനും പിന്നെന്താണ് സാമൂഹ്യ പരിഷ്കർത്താവുമായിട്ടുള്ള ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന നാടകത്തിൻ്റെ ഭാഗമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഒക്കെ മുൻ നമ്മൾ കണ്ടല്ലോ അല്ലേ, കണ്ടില്ലേ? ഈ 3 ആൾക്കാർ പറഞ്ഞത് ഈ നീൽ ദർപ്പൺ എന്നുള്ള നാടകത്തിലത്തെ ഓരോരോ കാര്യങ്ങളാണ്. അപ്പോൾ നീൽ ദർപ്പൺ ചോദിക്കും കേട്ടോ. നീലം തോട്ടമുടമകളുടെ ചൂഷണത്തിനെതിരെയാണ് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത്. ചൂഷകർക്കെതിരെ ഇന്ത്യക്കാർ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത അവർ എടുത്തു പറയുന്നുണ്ട്. എന്താണ്? ചൂഷകർക്കെതിരെ ഇന്ത്യക്കാർ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത അവർ എടുത്തു പറയുന്നുണ്ട്. ഈ സംഭാഷണത്തിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? വിദേശാധിപത്യത്തിനെതിരെ പോരാടേണ്ടതിൻ്റെ ആവശ്യകത, സാമ്പത്തിക ചൂഷണത്തിൽ നിന്നുള്ള മോചനം. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടിരുന്നു. ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങി എല്ലാ മേഖലകളിലും വേർതിരിവ് നിലനിന്നിരുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു എന്നാണ് 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ കേട്ടോ. 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ 2ാം പകുതിയിൽ എന്താണ് ഒരു ഐക്യബോധം വന്നു. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ. ഈ ഐക്യബോധത്തെയാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിനിടയായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ദേശീയത ശക്തമാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇതിൽ മെയിനായിട്ട് പറയണത്. എന്തൊക്കെയാണ് പറയണത്? സാമ്പത്തിക നയം, പാശ്ചാത്യ സാമ്പത്തിക നയം പറയുന്നുണ്ട്. പിന്നെന്താണ്? പാശ്ചാത്യ വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സാഹിത്യവും പത്രവും പറഞ്ഞിട്ടുള്ള പറയേണ്ടാവും മെയിൻ ടോപ്പിക്കാണ് നമ്മളെ PSCയിൽ കേട്ടോ. അടുത്തത് എന്താണ്? അതൊക്കെ ഏതൊക്കെ ഭാഷയിലാണ്? സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ നമ്മുടെ രാജാ റാംമോഹൻ റോയ്, ജ്യോതിറാവു ഫുലെ, പണ്ഡിത രമാബായ്, പിന്നെന്താണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരാരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെന്താണ്
ഗതാഗതവും വാർത്താവിനിമയത്തെക്കുറിച്ചിട്ടും പറയുന്നുണ്ട്. മെയിൻ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGSന് ഏറ്റവും ആവശ്യം എന്താണ്? ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. അടുത്തത് അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നു. അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നു കേട്ടോ. അടുത്തതാണ് എന്താ പറയുന്നത്? വിഭജനം ഭിന്നിക്കലും. പിന്നെന്താ പറയുന്നത്? മിതവാദികളും തീവ്രവാദികളും, ലാൽ ബാൽ പാൽ ഒക്കെ പറയുന്നുണ്ട് അല്ലേ. പിന്നെ ഹോം റൂൾ ലീഗ്, ഐക്യത്തിൻ്റെ ലക്നൗ, ഇതര വഴികളിലൂടെ. അത്രേ ഉള്ളൂ ഈ ചാപ്റ്ററുകൾ പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കിയാലോ? നമുക്ക് നോക്കി തുടങ്ങാം അല്ലേ. ഈ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തരാം. നിങ്ങൾ ജസ്റ്റ് അതിങ്ങനെ കേട്ടാൽ മതി, ഒരു ഐഡിയ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു വേർഡ്സ് പോലും നമുക്ക് കളയാനില്ല. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയത് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ പോരെ. ഞാൻ വേറെ ക്ലാസ് എടുത്ത് തന്നാലത് ഇപ്പോൾ SCERT അല്ലേ നമുക്ക് വേണ്ടത്. SCERT നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണല്ലേ. കുറേ ആൾക്കാർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ക്ലാസ് വായിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വോയിസ് മ്യൂട്ട് ചെയ്തിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗങ്ങൾ വായിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? സാമ്പത്തികതയാണ് അല്ലേ പറഞ്ഞത്.